ഓക്കെ, നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണിത്. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് മൊത്തത്തിലൊന്ന് നമ്മളെന്ത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്, ഒരു ഓവർവ്യൂ ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മാർക്കറ്റുകളിലൊന്നാണ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ മാനേജ് ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. സെബി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്സുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, പ്രാക്ടീസ്, ആറ്റിറ്റ്യൂഡ്, അതുപോലെയുള്ള ഇതിനൊക്കെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെബി മെയിൻറ്റെയിൻഡ് എ കണ്ടിന്യൂസ് ഇൻ്റർഫേസ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓൺ വേരിയസ് ഇഷ്യൂ റിലേറ്റഡ് ടു ദി ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് സെബി നിരന്തരമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റാണ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് അത്രത്തോളം തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ് എന്ന രണ്ട് മാർക്കറ്റുകളുണ്ട്. അതിൽ സെക്കൻഡറി മാർക്കറ്റിനൊക്കെ പ്രധാനമായും കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത്. ആദ്യമായിട്ട് ഇതിൽ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ചാണ്. ഇന്ത്യസ് ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പൺ ഇൻ ഏർലി അറ്റ് 1875. 1875 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് വരാം. ഇന്ത്യയിൽ 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. ഇന്ത്യ ഹാസ് 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഔട്ട് ഓഫ് ദിസ് 2 ഈസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, NSE ആൻഡ് BSE. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇവ രണ്ടുമാണ് നാഷണൽ ലെവൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. മറ്റുള്ളവയെല്ലാം റീജിയണൽ ലെവൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇതിൽ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമുണ്ട്, ഇയർലി റെക്കഗ്നേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. ശ്രദ്ധിക്കേണ്ട കാര്യം, 1992 മുന്നേ 1992 മുന്നേ ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കൺട്രോൾ ചെയ്തിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരുന്നു. അതേത് നിയമപ്രകാരമായിരുന്നു? സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിൻ്റെ ബേസിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം റെഗുലേറ്റ് ചെയ്തിരുന്നത് ഇന്ത്യയിൽ. ഏതുവരെ? 1992 വരെ. 1988 ഏപ്രിൽ 12 സെബി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിട്ടാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1992 ഏപ്രിൽ 4 സെബി ആക്ട് പാസ്സാവുകയും സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, സ്റ്റാറ്റ്യൂട്ടറി പദവിയോട് കൂടിയിട്ടുള്ള സ്ഥാപനമായി മാറുകയും ചെയ്തു. അതോടുകൂടിയിട്ടാണ് എന്ത് ചെയ്ത് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ആരിലേക്ക് വരുന്നത്, സെബി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. പിന്നെ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. BSEയും NSEയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ഓക്കെ, സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റത്തിലൂടെ വളരെ ദൂരത്തുള്ള ആളുകൾക്ക്, ക്ലയൻസിന് എന്ത് ചെയ്യാൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഷെയറുകൾ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നതിനുള്ള ഒരവസരം കിട്ടി. അടുത്തത് മെഷർ ടു കർബ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻസൈഡേഴ്സ് ചെയ്യുന്ന ഒരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയാണെന്ന് വിളിക്കുന്നത് ഇൻസൈഡർ ട്രേഡിംഗ്. ഇല്ലീഗലാണ്, ചെയ്യാൻ പറ്റില്ല, നിയമത്തിനെതിരായിട്ടുള്ളതാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് ഉള്ളൊരു സംഭവമാണ്, ഇപ്പോഴും ഉണ്ട്.
അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സെബി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സെബി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ റിലാക്സേഷൻ ഓഫ് നോംസ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില നോംസ്, ചില പ്രിൻസിപ്പിൾസ്, ചില നയങ്ങളിലൊക്കെ എന്ത് ചെയ്തു, റിലാക്സേഷൻ, അയവ് വരുത്തി, ചില മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. ഒന്നാമത്തത് അബോളിഷ്മെന്റ് ഓഫ് ലോക്ക് ഇൻ പീരീഡ് ഫോർ ദി പ്രീ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ഓഫ് ആൻ അൺലിസ്റ്റഡ് കമ്പനി ബൈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ആൻഡ് ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ്. അതായത് ലോക്ക് ഇൻ പീരീഡ്, പ്രീ ഇഷ്യൂ ക്യാപിറ്റൽ, ഒരു അൺലിസ്റ്റഡ് കമ്പനിയുടെ പ്രീ ഇഷ്യൂ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ലോക്ക് ഇൻ പീരീഡിനെ അബോളിഷ് ചെയ്തു, ഒഴിവാക്കി. ഈ അൺലിസ്റ്റഡ് കമ്പനി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിലൂടെ, ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിലൂടെയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രീ ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ പീരീഡ്, ലോക്ക് ഇൻ പീരീഡ് എന്ത് ചെയ്തു, ഒഴിവാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻ ഓഫ് എ മിനിമം സൈസ് ഓഫ് 25 crore ഇൻ കേസ് ഓഫ് IPO ത്രൂ ബുക്ക് ബിൽഡിംഗ്. ബുക്ക് ബിൽഡിങ്ങിലൂടെ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെ എന്ത് ചെയ്യുന്നു, ഫണ്ട് റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 25 crore ആയിരുന്നു ആദ്യം. ആ നിയന്ത്രണം എടുത്തൊഴിവാക്കി. മിനിമം 25 കോടി IPOയിലൂടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ സമാഹരിക്കണം എന്നുള്ള ആ ഒരു നിയന്ത്രണം എടുത്തൊഴിവാക്കി. പിന്നെയോ റിലാക്സേഷൻ ഓഫ് ബൈബാക്ക് നോംസ് ആൻഡ് ദ റിഡക്ഷൻ ഓഫ് കൂളിംഗ് ഓഫ് പീരീഡ് ഫോർ എ ഫ്രഷ് ഇഷ്യൂ ഓഫ് എ സെക്യൂരിറ്റി ആഫ്റ്റർ ബൈബാക്ക് ഫ്രം 2 years to 6 months. റിലാക്സേഷൻ ഓഫ് ബൈബാക്ക് നോംസ് എന്ത് ചെയ്തു, ബൈബാക്ക് എന്താ, തിരിച്ചു വാങ്ങുക. നേരത്തെ ഇഷ്യൂ ചെയ്ത ഷെയറിനെ തിരിച്ചു വാങ്ങുന്നതാണ് ബൈബാക്ക് നോംസ്. അപ്പോൾ ഈ ബൈബാക്ക് നോംസിലൊക്കെ എന്ത് ചെയ്തു, റിലാക്സേഷൻ വരുത്തി. റിഡക്ഷൻ ഓഫ് കൂളിംഗ് ഓഫ് പീരീഡ് കുറച്ചു. ഫോർ എ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഒരു കൂളിംഗ് ഓഫ് പീരീഡ് എന്ത് ചെയ്തു, കുറച്ചു. ഒരു ബൈബാക്ക് ചെയ്ത് വാങ്ങിയ 2 വർഷവും 6 മാസമൊക്കെ സമയത്തിനുള്ളിൽ ബൈബാക്ക് ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു ഷെയറിനെ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നതിന് എന്ത് ചെയ്തു, ഉള്ള കൂളിംഗ് ഓഫ് പീരീഡും ബൈബാക്ക് നോംസൊക്കെ എന്ത് ചെയ്തു, റിലാക്സേഷൻ ചെയ്തു, അയവ് വരുത്തി. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ക്ലിയറിംഗ് ഹൗസസ്, ക്ലിയറിംഗ് കോർപ്പറേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ടു സെറ്റിൽ ഡെലിവറി ഈസ് ത്രൂ ദ ക്ലിയറിംഗ് ഹൗസ്. ഓക്കെ. അതായത് ക്ലിയറിംഗ് ഹൗസുകൾ, ക്ലിയറിംഗ് കോർപ്പറേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ഒക്കെ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, ടു സെറ്റിൽ ദ ഡെലിവറി, അതായത് സെക്യൂരിറ്റീസ്, പർച്ചേസ് ചെയ്ത സെക്യൂരിറ്റീസിനൊക്കെ പ്രോപ്പർ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്ലിയറിംഗ് ഹൗസിലൂടെയൊക്കെ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലിയറിംഗ് ഹൗസുകൾ, ക്ലിയറിംഗ് കോർപ്പറേഷൻ, സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ഫണ്ടുകളൊക്കെ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രൊമോട്ട് ട്രേഡ് സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ഫണ്ട് അറ്റ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ബൈ സെബി. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ഫണ്ടുകൾ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. ആരാണ്, സെബി. പിന്നെ സെബി റെഗുലേറ്റഡ് ഓൾ ദ ഇന്റർമീഡിയറി, എല്ലാ ഇടനിലക്കാരെയും, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇടനിലക്കാരെയും എന്ത് ചെയ്തു, സെബി റെഗുലേറ്റ് ചെയ്തു. ആരൊക്കെയാണ്, മെർച്ചന്റ് ബാങ്കർ ഉണ്ട്, സ്റ്റോക്ക് ബ്രോക്കർ ഉണ്ട്, അണ്ടർറൈറ്റർ ഉണ്ട്, സബ് ബ്രോക്കർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സെബിയിൽ രജിസ്റ്റർ ചെയ്ത ഇന്റർമീഡിയറീസിന് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചേഞ്ച് ഇൻ മാനേജ്മെന്റ് സ്ട്രക്ചർ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ബോർഡിൽ കൂടുതൽ ആളുകളും ഡോമിനേറ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ആയിരുന്നു. അതിലെ മാനേജ്മെന്റിൽ ബോർഡിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ കൂടുതലും ബ്രോക്കേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ബ്രോക്കേഴ്സിന് ഫേവറബിൾ ആയിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സെബി ഡയറക്റ്റ് ചെയ്തൊരു കാര്യമാണ്, മൊത്തം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മൊത്തം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബോർഡിലെ ആളുകളുടെ എണ്ണത്തിൽ 50% ഡയറക്ടേഴ്സ് ആരായിരിക്കണം, നോൺ ബ്രോക്കർ ഡയറക്ടേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ഓൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഹാവ് ബീൻ അഡ്വൈസ്ഡ് ടു മേക്ക് എ ഡാറ്റാബേസ് ഓഫ് ഓൾ സ്റ്റോക്ക് ബ്രോക്കർ മെമ്പേഴ്സ്. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രാൻസാക്ഷൻ നടത്തുന്ന ബ്രോക്കേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസിൻ്റെയും ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കണമെന്ന് അഡ്വൈസ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളോടും അവരുടെ ബ്രോക്കേഴ്സിനോട് കീപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്ത്, അവരുടെ ബ്രോക്കേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് വെക്കാൻ. അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ്ങിനെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, സെബി കൈക്കൊണ്ടു. അതുപോലെ
പ്രൈസ് റിഗ്ഗിംഗ് എന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? സെബി ചെയ്തു. അതുപോലെ തന്നെ ഹൈ വൊളറ്റൈലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഹൈ വൊളറ്റൈലിറ്റി, വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന ഒരു സ്ഥിതി, അതായത് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസുകളും ഇൻട്രസ്റ്റ് റേറ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? ഹൈ വൊളറ്റൈൽ ആവുന്ന സ്ഥിതി, അത് മാർക്കറ്റിനെ ബാധിക്കും. ഹൈ വൊളറ്റൈൽ ആവാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഹൈ വൊളറ്റൈലിറ്റി ഉണ്ടെങ്കിൽ ആ ഹൈ വൊളറ്റൈലിറ്റിയെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ എക്സ്ചേഞ്ചുകളോടും ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. യൂണിഫോമിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു പ്രൈസ്, അതായത് ഡെയിലി പ്രൈസ് ബാൻഡ് എന്ത് ചെയ്തു? 10% വരെ എന്ത് ചെയ്തു? ഫിക്സ് ആക്കി. അതുപോലെ വീക്ക്ലി ഓവറോൾ ലിമിറ്റ് എന്ത് ചെയ്തു? 25% എന്ന് പറയുന്ന ബാൻഡ് ലിമിറ്റ് എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന ഇതിനൊരു ലിമിറ്റേഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ പറയുന്ന വോളറ്റാലിറ്റി ആണ് ചേഞ്ച് ചെയ്യുക എന്നുള്ള ചേഞ്ചിൻ്റെ ലെവൽ എന്ത് ചെയ്തു? നമുക്ക് കുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ച ഇനിയുമുണ്ട്. തൽക്കാലം നമുക്ക് ഇതുവരെയാണുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക.